നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. കേരളത്തിലെ പ്രതിപക്ഷത്തിന് സമനില തെറ്റിയ മറ്റെന്ന് പിണറായി വിജയൻ. ബി.ജെ.പി നേതൃത്വത്തിനെതിരെ ഗുരുതര ആക്ഷേപങ്ങൾ ഉയർത്തി സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക്. താൻ സ്വന്തമായ നിലപാടുകളുള്ള വ്യക്തിയെന്ന് ഡോക്ടർ സൗമ്യ സരിൻ. ഉത്സവഛായ നിലനിർത്തി കൽപ്പാത്തിയിൽ തേരുകടകൾ സജീവം. വാർത്തകൾ വിശദമായി. കേരളത്തിലെ പ്രതിപക്ഷത്തിന് സമനില തെറ്റിയ മട്ടെന്ന് പിണറായി വിജയൻ. LDFന്റെ വിശ്വാസ്യത തകർക്കാൻ നടത്തിയ ശ്രമങ്ങൾ ജനങ്ങൾ തള്ളിയ ആഘാതത്തിൽ സമനില തെറ്റിയ മട്ടാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിനെന്ന് പിണറായി വിജയൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം മേപ്പറമ്പിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ സരിൻ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് LDFന്റെ ഭാഗമായി മാറുന്നതിന് തീരുമാനിച്ചപ്പോൾ ആ ഉണർവും ഉന്മേഷവും വലിയ തോതിൽ ഇരട്ടിച്ചു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കും. ഇത് വല്ലാത്തൊരു അങ്കലാപ്പ് എതിർ ക്യാമ്പുകളിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ആരും മനസ്സിലാകുന്ന തരത്തിൽ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ചരിത്രം തിരുത്തിയ ജനവിധിയിലൂടെയാണ് 2021 LDF തുടർഭരണം നേടിയത്. LDFനെതിരെ ബി.ജെ.പി സഹായത്തോടെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കള്ളക്കഥകൾ ചമയ്ക്കാനായിരുന്നു ശ്രമം. ഇതിന് അന്ധമായ ഇടതുപക്ഷ വിരുദ്ധത ബാധിച്ച ഒരു കൂട്ടം വലതുപക്ഷ മാധ്യമങ്ങളും അരയും തലയും മുറുക്കി രംഗത്ത് വന്നു. അവർ അവരുടെ കഴിവ് മുഴുവനായി പ്രയോഗിച്ചിട്ടും ഫലം കണ്ടില്ല. 1980 ശേഷം മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന പതിവിന് കേരളത്തിൽ മാറ്റം സംഭവിച്ചു. വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ LDFലുള്ള വിശ്വാസ്യത ജനങ്ങൾ ആവർത്തിച്ചുവെന്ന് പിണറായി പറഞ്ഞു. നാടിനു വേണ്ടിയല്ല, മറിച്ച് നിക്ഷിപ്ത താല്പര്യങ്ങളാണ് ബി.ജെ.പിക്കും UDFനും ഉള്ളത്. ഇതാണ് ഈ രണ്ടു കൂട്ടർക്കും പൊതുവായുള്ള സ്വഭാവ സവിശേഷതയെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ അനുഭവം തന്നെയാണ് എന്തുകൊണ്ട് LDF ജയിക്കണമെന്നതിന്റെ പ്രധാന ഘടകമായി മാറുന്നതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സ്ഥാനാർത്ഥി പി സരിൻ, മുന്നണി നേതാക്കൾ എന്നിവരും സന്നിഹിതരായിരുന്നു. ബി.ജെ.പി നേതൃത്വത്തിനെതിരെ ഗുരുതര ആക്ഷേപങ്ങൾ ഉയർത്തി സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക്. ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഗുരുതര ആക്ഷേപങ്ങൾ ഉയർത്തി സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു. പാലക്കാട് പ്രിയ അജയനെ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ വ്യക്തി താൽപര്യങ്ങൾ പ്രവർത്തിച്ചതായും ശ്രീനിവാസൻ വധക്കേസിൽ ആവശ്യമായ ഇടപെടൽ നടത്താൻ നേതൃത്വം തയ്യാറായില്ലെന്നും സന്ദീപ് വാര്യർ തുറന്നടിച്ചു. ഇത്രയും കാലം വീർപ്പുമുട്ടി കഴിയുകയായിരുന്നുവെന്നും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ക്യാമ്പിൽ നിന്ന് മോചിതനാവാൻ കഴിഞ്ഞു എന്നുമാണ് സന്ദീപ് വാര്യരുടെ പ്രതികരണം. ഏകാധിപത്യം മാത്രമുള്ള പാർട്ടിയാണ് ബി.ജെ.പി എന്ന് ആക്ഷേപിച്ച സന്ദീപ് വാര്യർ വെറുപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് ബി.ജെ.പി എന്നും പറഞ്ഞു. DCC ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും സന്ദീപ് വാര്യർ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. താൻ സ്വന്തമായ നിലപാടുകളുള്ള വ്യക്തിയെന്ന് ഡോക്ടർ സൗമ്യ സരിൻ. ഭർത്താവിന്റെ നിലപാടുകളെ അന്ധമായി പിന്തുടരുന്ന വ്യക്തിയല്ല താനെന്നും സ്വന്തമായ നിലപാടുകളും അഭിപ്രായങ്ങളും ഉള്ള വ്യക്തിയാണെന്നും ഡോക്ടർ സൗമ്യ സരിൻ. രാഷ്ട്രീയമല്ല തന്റെ മേഖല, പക്ഷേ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. തന്നെ വ്യാജ വോട്ടറാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയല്ലെന്നും ഉത്തരവാദിത്തപ്പെട്ടവർ അങ്ങനെ പെരുമാറിയത് ശരിയായില്ലെന്നും സൗമ്യ പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപത്തിന് മറുപടിയായി പ്രതികരിച്ചു. തന്നെ തെറ്റുകാരിയാക്കി ചിത്രീകരിച്ചത് മൂലമുണ്ടായ തെറ്റിദ്ധാരണ തിരുത്തേണ്ടത് തന്റെ കൂടി ഉത്തരവാദിത്തമാണെന്നതുകൊണ്ടാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ സരിനൊപ്പം പങ്കെടുത്തതെന്നും ഡോക്ടർ സൗമ്യ സരിൻ വ്യക്തമാക്കി. ഉത്സവഛായ നിലനിർത്തി കൽപ്പാത്തിയിൽ തേരുകടകൾ സജീവം. കൽപ്പാത്തി രഥോത്സവ വീതികളിൽ ഉത്സവഛായ നിലനിർത്തി തേര് കടകൾ. രാജ്യാന്തരമായി ശ്രദ്ധിക്കപ്പെടുന്ന രഥോത്സവത്തിന് ഇന്നലെ കൊടിയിറങ്ങിയെങ്കിലും ഗ്രാമവീഥികളിലെ തേരുകടകൾക്ക് ഇനിയും കുറച്ചു ദിവസത്തെ കൂടി ആയുസുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടും എന്നൊക്കെ പഴമക്കാർ പറയുന്നത് പോലെയാണ് കൽപ്പാത്തി രഥോത്സവ സമയങ്ങളിൽ എത്തുന്ന ഈ തേരുകടകൾ. ഗൃഹോപകരണങ്ങൾ മുതൽ കളിക്കോപ്പുകൾ, ഫാൻസി ഐറ്റംസ് തുടങ്ങിയ ഒട്ടേറെ സാധനങ്ങൾ തേരുകടകളിൽ ലഭിക്കുമെന്നതിനാൽ ഇവിടെ എത്തി വീട്ടിലേക്കും തനിക്കും ആവശ്യമായ സാധനങ്ങൾ വാങ്ങി തൃപ്തിയോടെ മടങ്ങുന്നവർ നിരവധി പേരാണ്. ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന സ്ഥലത്താണ്. ഞാനിവിടെ എല്ലാ വർഷവും വരാറുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ വസ്തുക്കളും ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. കുട്ടികളുടെ കളിപ്പാട്ടം, ബാഗുകൾ, വീട്ടിലാവശ്യമായ എല്ലാ ഉപകരണങ്ങളും നമുക്ക് ഇവിടുന്ന് ലഭിക്കാറുണ്ട്. തേര് കഴിഞ്ഞാലും ഒരു മാസത്തോളം നമുക്ക് ഷോപ്പുകളിലൂടെ പ്രവർത്തിക്കുന്നതാണ്. എല്ലാ വർഷവും ഞാനിവിടെ എത്താറുണ്ട്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ
ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചെക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം ചേർന്ന് വന്നാൽ തന്നെ കല്യാണം കഴിഞ്ഞ പോലെ. അതെങ്ങനെ ശരിയാകും? ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ? നിങ്ങൾക്കോ? അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട്, എനിക്ക് പൊരുത്തമായ ബനാറസി, ചേട്ടന് പൊരുത്തമായ കുർത്ത, ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി, കസവുമുണ്ട്. കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ. ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയിടം ശ്രീ ഗണപതി സിൽക്സ്. ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സിൽക്സ്. ഓഗസ്റ്റ് 23 മുതൽ പാലക്കാടിലും. വാർത്തകൾ തുടരുന്നു. കോങ്ങാട് ബസ് അപകടം, ഡ്രൈവർക്കെതിരെ കേസെടുത്തു. കോങ്ങാട് പാറശ്ശേരിയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് അപകടമുണ്ടായ സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ കേസെടുത്തു. അപകടകരവും അശ്രദ്ധവുമായ അമിത വേഗതയിൽ ബസ് ഓടിച്ചതിനാണ് കുറ്റം ചുമത്തിയിട്ടുള്ളത്. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരായ 35 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ 30 പേർ ആശുപത്രി വിട്ടു. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. ജയ്ഹിന്ദ് ബസ്സാണ് നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. ബസ്സിടിച്ച് റോഡിന് സമീപത്തെ വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ തകർന്നിരുന്നു. അപകടത്തിൽപ്പെട്ടവരെ നാട്ടുകാർ ചേർന്നാണ് വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയത്. അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗത തടസ്സമുണ്ടായത് പരിഹരിച്ചു. ബസ് കോങ്ങാട് പോലീസ് കസ്റ്റഡിയിലാണ്. പാലക്കാട് RTO പരിശോധന നടത്തിയ ശേഷം മറ്റു നടപടികൾ സ്വീകരിക്കും. കാറിൽ കഞ്ചാവ് കടത്ത്, 11 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയടക്കം 2 പേർ പിടിയിൽ. പാലക്കാട് കണ്ണാടി കാഴ്ചപ്പറമ്പിന് സമീപം വെച്ച് കാറിൽ കടത്തുകയായിരുന്ന 11 കിലോ കഞ്ചാവ് പിടികൂടി. മലപ്പുറം അങ്ങാടിപ്പുറം നിസാർ, ഒഡീഷ സുംസ്രും മണ്ഡൽ സ്വദേശി പ്രഭാസ് മണ്ഡൽ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇവർ സഞ്ചരിച്ചിരുന്ന KL10 BK 2964 എന്ന സ്വിഫ്റ്റ് കാർ കസ്റ്റഡിയിലെടുത്തു. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഊർജം 2024 പ്രദർശനമേള സന്ദർശകരിൽ നിന്നും വിജയികളെ നറുക്കെടുത്തു. കൽപ്പാത്തി രഥോത്സവം KCB ഊർജം 2024 പ്രദർശനമേള സമ്മാന പദ്ധതിയുടെ ഫലം പ്രഖ്യാപനം നടത്തി. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് KCBയുടെ ഊർജം 2024 പ്രദർശനമേള സന്ദർശിച്ചവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ സമ്മാനാർഹരെ തെരഞ്ഞെടുത്തു. പാലക്കാട് സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ TC ഗിരിജ മേളയുടെ സമാപനവും നറുക്കെടുപ്പും ഉദ്ഘാടനം ചെയ്തു. പ്രദർശനാങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാമപ്രകാശ് KV അധ്യക്ഷത വഹിച്ചു. കൽപ്പാത്തി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ V ശെൽവരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ഒന്നാം സമ്മാനമായ BLDC ഫാനിന് പരപ്പനങ്ങാടി അരിയല്ലൂർ ദിബിൻ Kയും, രണ്ടാം സമ്മാനം 50 വാട്ട് സോളാർ ഔട്ട്ഡോർ ലൈറ്റ് കാവിൽപ്പാട് സരസ്വതിയും, മൂന്നാം സമ്മാനം 40 വാട്ട് സോളാർ സീലിംഗ് ലൈറ്റിന് പാലക്കാട് ദീപിക Vയും അർഹരായി. സുൽത്താൻപേട്ട അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P മുരളീധരൻ, കൽപ്പാത്തി ഇലക്ട്രിക്കൽ സെഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ SR വിനോദ്, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ KM രാജേഷ്, അനീഷ് ജലീൽ, മണികണ്ഠൻ, ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് സന്ധ്യ, മുഹമ്മദ് കാസിം, സംഘടനാ പ്രതിനിധികളായ V മുരുകൻ, MC ആനന്ദൻ, S മണികണ്ഠൻ, വിനോദ് എന്നിവർ സംസാരിച്ചു. സബ് എഞ്ചിനീയർമാരായ സുനിൽ PV സ്വാഗതവും സതീഷ് കുമാർ D S നന്ദിയും പറഞ്ഞു. 5 ദിവസം നീണ്ടുനിന്ന സുരക്ഷാ ബോധവൽക്കരണ പ്രദർശനം കാണാൻ ആയിരക്കണക്കിന് ജനങ്ങളാണ് എത്തിച്ചേർന്നത്. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡേങ്. സ്വർണ്ണ ആയിരിക്കും. അതെ. പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. യാത്രക്കാരനെ പരിശോധിക്കുന്നതിൽ കൃത്യവിലോപം മൂടിവെക്കാൻ റെയിൽവേ ശ്രമമെന്ന് ആക്ഷേപം. ട്രെയിനിൽ അവശ്യനിലയിലെത്തിയ യാത്രക്കാരനെ യഥാവിധി പരിശോധിക്കുന്നതിൽ സംഭവിച്ച കൃത്യവിലോപം മൂടിവെക്കാൻ ശ്രമമെന്ന് ആക്ഷേപം. ഷൊർണൂറിൽ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ 14-നാണ് സംഭവം. പകൽ 11:30 ഷൊർണൂരിലെത്തിയ ചെന്നൈ എഗ്മൂറിൽ നിന്നും മംഗലാപുരത്തേക്കുള്ള വണ്ടിയിലെ യാത്രക്കാരനാണ് ചികിത്സ തേടിയത്. നിയമപ്രകാരം ഇത്തരമൊരു വിവരം ലഭിച്ചാൽ ഷൊർണൂരിലെ റെയിൽവേ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ സ്റ്റേഷനിലെത്തി രോഗിയെ പരിശോധിക്കണമെന്നതാണ്. യാത്ര തുടരാൻ കഴിയാത്ത വിധം തീരെ അവശനിലയിലാണെങ്കിൽ മാത്രം അവിടെ ഇറക്കി പ്രാഥമിക ചികിത്സ
നൽകിയ ശേഷം ആശുപത്രിയിലേക്ക് നീക്കണമെന്നാണ് ചട്ടം. പക്ഷേ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ ചെന്ന് ഡോക്ടർ രോഗിയെ പരിശോധിക്കേണ്ടതിന് പകരം ജീവനക്കാരെ സ്റ്റേഷനിലേക്ക് പറഞ്ഞേക്കുകയായിരുന്നു. അവിടെ എത്തിയ ജീവനക്കാർ രോഗിക്ക് മരുന്ന് നൽകി. ഈ യാത്രികൻ കുറ്റിപ്പുറം സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും മരണപ്പെട്ടു. ആശുപത്രിയിലേക്ക് വരാൻ യാത്രികൻ തയ്യാറായില്ല എന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്തായാലും പാലക്കാട്ടെ റെയിൽവേ മെഡിക്കൽ സൂപ്രണ്ട് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയതായാണ് സൂചന. ആരോപണ വിധേയനെ സംരക്ഷിക്കാൻ നീക്കം നടക്കുകയാണെന്ന ആക്ഷേപം ശക്തമാകുന്നുണ്ട്. ഷൊർണൂരിൽ ഇത് ആദ്യ സംഭവമല്ലെന്നാണ് പറയുന്നത്. MGNREG വർക്കേഴ്സ് യൂണിയൻ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. MGNREG വർക്കേഴ്സ് യൂണിയൻ കൊല്ലങ്കോട് ഏരിയ വാഹന പ്രചരണ ജാഥ മുതലമട കാമ്പ്രത്ത് ചള്ളയിൽ ആരംഭിച്ചു. യൂണിയൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അലൈരാജ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ M ചന്ദ്രൻ സംസാരിച്ചു. വൈസ് ക്യാപ്റ്റൻ ഉഷ രവീന്ദ്രൻ, ജാഥ മാനേജർ സന്തോഷ് കുമാർ രാജേഷ് എന്നിവർ സംസാരിച്ചു. ഫാത്തിമ സ്വാഗതം പറഞ്ഞു. മീങ്കര ഡാമിൽ മുങ്ങിമരിച്ച വ്യക്തിയെ 11 ദിവസം മുമ്പ് കാണാതായിരുന്നുവെന്ന് പരാതി. മീങ്കര ഡാമിൽ മുങ്ങിമരിച്ച വ്യക്തിയെ 11 ദിവസം മുമ്പ് കാണാതായിരുന്നുവെന്ന് പരാതി. ഗോവിന്ദപുരം അട്ടയാമ്പതി ദൊരൈസ്വാമിയുടെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞത്. കോയമ്പത്തൂരിലെ തന്റെ വീട്ടിൽ നിന്ന് പിതാവിനെ കാണാതായതായി മകൾ ഭഗവതി വടവള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു. വ്യാഴാഴ്ചയാണ് മീങ്കര അണക്കെട്ടിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് കണ്ടെടുക്കുമ്പോൾ 10 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. ശ്രീകൃഷ്ണപുരത്ത് സ്നേഹാരാമവുമായി കുടുംബശ്രീ. ശ്രീകൃഷ്ണപുരത്ത് സ്നേഹാരാമവുമായി കുടുംബശ്രീ 13ാം വാർഡ് കുടുംബശ്രീ ADSന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിനു മുൻവശത്താണ് സ്നേഹാരാമം നിർമ്മിച്ചത്. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA മുഖ്യാതിഥിയായി. പഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക, വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സജി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ഹരിദാസൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ഗിരിജ, വാർഡ് മെമ്പർമാരായ ലിനി, ജയശ്രീ, CDS ചെയർപേഴ്സൺ സൗമ്യ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ്, ആരോഗ്യവകുപ്പ് ജീവനക്കാരനായ ജയകൃഷ്ണൻ, മഞ്ജു, ഗായത്രി, ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷംന, CDS മെമ്പർ സൂര്യ തുടങ്ങിയവർ പങ്കെടുത്തു. വാർഡ് ആരോഗ്യ ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ബോധവൽക്കരണ സന്ദേശം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ നൽകി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വാർഡ് തലത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് സ്നേഹാരാമം നിർമ്മിച്ചത്. വാർഡ് 13ലെ 18 കുടുംബശ്രീകളുടെയും നേതൃത്വത്തിൽ 18 സ്നേഹാരാമങ്ങൾ പൂർത്തീകരിച്ചു. 18 കുടുംബശ്രീകളുടെയും പേരിൽ ഓരോ ചെടികൾ വീതമുള്ള സ്നേഹാരാമമാണ് നിർമ്മിച്ചത്. വാർഡ് അംഗം MK പ്രദീപ് സ്വാഗതവും CDS മെമ്പർ സൂര്യ നന്ദിയും പറഞ്ഞു. പകർച്ചവ്യാധി പെരുകുന്നു, പഠനം നടത്താൻ ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം, ലക്ഷണങ്ങൾ എന്നിവയെക്കുറിച്ച് ഗവേഷണാടിസ്ഥാനത്തിൽ പഠനം നടത്താനും ഇതിനായി പ്രത്യേക സമിതി രൂപവത്കരിക്കാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു. സംസ്ഥാന ദ്രുത പ്രതികരണ സംഘം RRT യോഗത്തിലാണ് തീരുമാനം. പനി ബാധിച്ചാൽ സ്വയം ചികിത്സ നടത്താതെ ഡോക്ടറുടെ സഹായം തേടണമെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. വൈറൽ പനിയും കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങളും കൂടുതലായി കണ്ടുവരുന്നതിനാലും പനി പടരുന്ന സാഹചര്യത്തിലുമാണ് തീരുമാനം. പനി വരുന്നവരിൽ ദീർഘനാൾ നീണ്ടുനിൽക്കുന്ന ചുമ, ശ്വാസമുട്ടൽ എന്നിവയും പഠന വിധേയമാക്കും. സംസ്ഥാനത്ത് ഈ വർഷം 25,21,124 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. 15 പേർ മരിച്ചു. 19,077 പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചു. 74 പേരാണ് മരിച്ചത്. 2,996 പേർ എലിപ്പനി ബാധിച്ച് ചികിത്സ തേടി. 184 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു.
രണ്ടാം വിളയ്ക്ക് ഉടൻ ജലം ലഭ്യമാക്കണമെന്ന ചിറ്റൂർ പുഴ പദ്ധതി ഉപദേശക സമിതിയിൽ കർഷകർ. ചിറ്റൂർ പുഴ പദ്ധതിയിൽ രണ്ടാം വിളയ്ക്ക് വയലൊരുക്കൽ, ഞാറ്റടി തയ്യാറാക്കൽ, നടീൽ എന്നിവയ്ക്ക് ഉടനടി ജലം ലഭ്യമാക്കണമെന്ന് ഉപദേശക സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. കുന്നുകാട്ടുപതി, തേമ്പാറമട, മൂലത്തറ എന്നീ സിസ്റ്റങ്ങളിൽ നിന്നുള്ള കർഷകർ പങ്കെടുത്തു. കൊഴിഞ്ഞാമ്പാറ, നല്ലേപ്പിള്ളി, പുൽപ്പുള്ളി, പെരുമാട്ടി, പട്ടഞ്ചേരി, ചിറ്റൂർ, തത്തമംഗലം, പുതുനഗരം, പെരുവമ്പ്, കുനിശ്ശേരി, പല്ലശ്ശന, വടവന്നൂർ, കൊടുവായൂർ ഭാഗങ്ങളിലെ അംഗങ്ങളാണ് ഉപദേശക സമിതി യോഗത്തിൽ പങ്കെടുത്തത്. പാലക്കാട് നിന്ന് ശബരിമലയ്ക്ക് പ്രത്യേക സർവീസിനെ KSRTC. പാലക്കാട് നിന്ന് ശബരിമലയിലേക്ക് പ്രത്യേക സർവീസ് ആരംഭിക്കുവാൻ KSRTC പാലക്കാട് ഡിപ്പോയിൽ നിന്നും പമ്പ വരെയും തിരിച്ചും സർവീസ് നടത്താനാണ് ലക്ഷ്യമിടുന്നത്. ഒരു ട്രിപ്പിൽ മിനിമം 40 ഭക്തർ യാത്രക്കാരായി ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. KSRTC ബജറ്റ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രത്യേക സർവീസ് ആരംഭിക്കുന്ന കാര്യവും പരിഗണനയിലാണ്. യാത്രക്കാരുടെ എണ്ണത്തിനനുസരിച്ച് എത്ര ട്രിപ്പുകൾ നടത്തുമെന്ന കാര്യം അന്തിമമായി തീരുമാനിക്കും. ടിക്കറ്റ് നിരക്ക്, സർവീസുകളുടെ എണ്ണം തുടങ്ങിയ കാര്യങ്ങൾ വൈകാതെ തീരുമാനിക്കുമെന്ന് പാലക്കാട് ഡിപ്പോ അധികൃതർ പറഞ്ഞു. ഉപജില്ലാ കലോത്സവ വിജയികൾക്ക് പാലക്കാട് UP സ്കൂൾ സ്വീകരണം ഒരുക്കി. വിജയികൾക്ക് സ്വീകരണം. ഒറ്റപ്പാലം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിജയികളായവർക്ക് തൃക്കടിരി PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം ഒരുക്കി. അധ്യാപകരും രക്ഷാകർത്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു. അറബിക് LP വിഭാഗം, ഉറുദു UP വിഭാഗം എന്നിവയിൽ 1ാം സ്ഥാനവും ജനറൽ UP, അറബിക് UP എന്നിവയിൽ 2ാം സ്ഥാനവും UP വിഭാഗം സംസ്കൃതത്തിൽ 3ാം സ്ഥാനവുമാണ് വിദ്യാലയം കലോത്സവത്തിൽ നേടിയത്. ഒറ്റപ്പാലത്ത് പോഷക തോട്ടമൊരുക്കാൻ അപേക്ഷ ക്ഷണിച്ചു. പച്ചക്കറി വികസന പദ്ധതിയിൽ ഒറ്റപ്പാലം കൃഷിഭവൻ പരിധിയിലെ വീടുകളിൽ കുറഞ്ഞത് 2.5 സെന്റ് സ്ഥലത്ത് പോഷകത്തോട്ടം നിർമ്മിക്കാൻ താൽപര്യമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർക്ക് പച്ചക്കറി തൈകൾ, ഡോളമൈറ്റ്, സമ്പൂർണ്ണ മൈക്രോ ന്യൂട്രിയൻ മിശ്രിതം, സൂഡോമോണസ്, ട്രൈക്കോഡെർമ, മത്തി ശർക്കര മിശ്രിതം, ട്രൈക്കോഡെർമ ചേർത്ത് സമ്പുഷ്ടമാക്കിയ മണ്ണിര കമ്പോസ്റ്റ്, ജൈവ കീടനാശിനി എന്നിവയടങ്ങിയ 800 രൂപയുടെ ഒരു കിറ്റ് നൽകുന്നു. ഇതിൽ 500 രൂപ സബ്സിഡിയും 300 രൂപ ഗുണഭോക്തൃ വിഹിതമായി അടയ്ക്കേണ്ടതുമാണ്. താൽപര്യമുള്ളവർ അപ്പൻഡിക്സ് 1 അപേക്ഷയും 2024-25 നികുതി രസീതുമായി കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണെന്നും കൃഷി ഓഫീസർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ പ്രതിപക്ഷത്തിന് സമനില തെറ്റിയ മട്ടെന്ന് പിണറായി വിജയൻ. BJP നേതൃത്വത്തിനെതിരെ ഗുരുതര ആക്ഷേപങ്ങൾ ഉയർത്തി സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക്. താൻ സ്വന്തമായ നിലപാടുകളുള്ള വ്യക്തിയെന്ന് ഡോക്ടർ സൗമ്യ സരിൻ. ഉത്സവഛായ നിലനിർത്തി കൽപ്പാത്തിയിൽ തേരുകടകൾ സജീവം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.